ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടതയില്ല, ആത്മാർത്ഥതയുള്ള മനുഷ്യൻ എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവനെ ക്രിസ്തു ആത്മാർത്ഥത പരിശോധിച്ചു എന്ന് ചോദിച്ചാൽ, എങ്ങനെ പരിശോധിച്ചു എന്ന് ചോദിച്ചാൽ അതിനകത്തെ 3 ഉത്തരങ്ങളുണ്ട് നമുക്ക്. നിങ്ങൾ ഇന്ന് വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതുകൊണ്ടോ എനിക്ക് ആത്മാർത്ഥത ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശു അവൻ്റെ 3 കാലഘട്ടങ്ങളെ പരിശോധിച്ച് പഠിച്ച് പറഞ്ഞത്. നഥാനിയേലേ, നീ അത്തിയുടെ ചൂട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടായിരുന്നടാ. നീ അവിടെ എന്നെ എടുക്കുമായിരുന്നു, എന്നെ എടുക്കുമായിരുന്നു. നീ അവിടെ ഇരുന്ന് വേദപ്രമാണം പഠിക്കുന്നൊക്കെ ഞാൻ കണ്ടു. നിന്റെ കഴിഞ്ഞ കാല ജീവിതം, നിന്റെ ഭൂതകാലത്തിൽ നീ ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പം പറയുന്നത്, നീ കപടതയില്ലാത്തവൻ. ഭൂതകാലം മാത്രം നോക്കിയാൽ പോരാ, വർത്തമാനകാലം നോക്കിക്കേ. ഫിലിപ്പോസ് പറഞ്ഞ വഴിക്ക് നീ നിന്റെ വഴിക്ക് പോയിരുന്നെങ്കിൽ എനിക്കിന്ന് നിന്നെ പ്രശംസിക്കാൻ പറ്റും.